നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് ഇന്നുണ്ടായിരുന്നത്. എന്നാൽ വലിയ തോതിൽ മാർക്കറ്റ് ഫോളോ ആവാതെ റാലി ചെയ്യാതെ വളരെയധികം മിനിമൽ മൂവ്മെൻറ്റ് നടത്തി മാർക്കറ്റ് ഇന്ന് ജസ്റ്റ് 26,177 ക്ലോസിംഗ് നടത്തിയത്. പല ആളുകളും പറയുന്ന ഒരു കമ്പനി ഉണ്ട്, നിഫ്റ്റി മൂവ് ആവുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ നൽകുന്നില്ല എന്ന്. സത്യത്തിൽ ഈ ഒരു വർഷം മാർക്കറ്റ് 10% റാലി രേഖപ്പെടുത്തി. 23,600 മാർക്കറ്റ് ഈ വർഷം ജാനുവരിയിൽ ഓപ്പൺ ചെയ്തതെങ്കിൽ ഇപ്പോൾ 26,200 ഓൾ ടൈം ഹൈയിൽ നിന്ന് 100 പോയിൻറ്റ് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എന്നാൽ നിഫ്റ്റിയാണ് ഒരു 10% റിട്ടേൺ നൽകിയത്. ഗോൾഡ് എടുക്കുകയാണെങ്കിൽ 7% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒരു സംഗതി തന്നെയാണ്. ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മീഷോ പോലെയുള്ള സ്റ്റോക്കുകൾ 7% ഒരു ഫോൾ രേഖപ്പെടുത്തി. 30% അവരുടെ ലിസ്റ്റിങ്ങിന് ശേഷം ഫോളായി. ടാറ്റ മോട്ടോഴ്സാണ് ഇന്നത്തെ താരം. സ്റ്റോക്ക് ഭീകരമായിട്ടുള്ള റാലി രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, മറിച്ച് മേജർ ഒരു അനൗൺസ്മെൻറ്റ് കമ്പനി അറിയിച്ചു. അവർ 5 പുതിയ EV മോഡൽ ലോഞ്ച് ചെയ്യും. ഈ ഒരു 2030 കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ 5 പുതിയ മോഡലാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 22,50,000 EV സെയിൽസ് അവർ നടത്തി. കൂടാതെ തന്നെ അവരുടെ സിയാറ പോലെയുള്ള കമ്പനീസ് EV കമ്പനികളായിട്ട് EV കാറുകൾ ലോഞ്ച് ചെയ്യുന്നുള്ള ന്യൂസുണ്ട്. കാരണം കടുത്ത മത്സരമാണ് ഇപ്പോൾ EVയിൽ മഹീന്ദ്രയായിട്ട് ടാറ്റ മോട്ടോഴ്സിന് ഉള്ളത്. സിൽവറും ഓൾ ടൈം ഹൈ ആണ്. ഗോൾഡ് മാത്രമല്ല, സിൽവറും ഓൾ ടൈം ഹൈ ആണ്. റെയിൽവേ സ്റ്റോക്കുകൾ കുറച്ച് നാളായിട്ട് മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റോക്കുകൾ ഐക്കോൺ, RVNL, IRFC അതിനൊക്കെ കുറച്ച് ജീവൻ വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും കോൾ ഇന്ത്യ, ശ്രീറാം ഫിനാൻസ്, അൾട്രാടെക് സിമെൻറ്റ്, പവർ ഗ്രിഡ്, ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ കമ്പനീസാണ് മികച്ച മുന്നേറ്റം കൈവരിച്ചത്. ഇൻഫോസിസ് ഫോളായി. ഇന്നലെ ADRലും ഫോളായിരുന്നു. എയർടെലും, ടെക്കമും, സിപ്ലയും, ആക്സിസ് ബാങ്കുമാണ് ഫോൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഫർദറായിട്ട് 3% ക്രാഷ് ചെയ്ത് 9.38. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റ്. ഗോൾഡ് കാണാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് 6ാമത് $42 per ounce ഉയർന്ന് $4,486. ബിറ്റ്കോയിൻ ക്രാഷ് ആയി 2,325 പോയിൻറ്റ് ഫോളോ ചെയ്ത് 87,000. ഡോ ഫ്യൂച്ചർ 30 പോയിൻറ്റ് മൈനസിലാണ്. ഇന്ന് നമുക്ക് US നിന്ന് എല്ലാം തന്നെ GDP ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. കൂടാതെ FIs ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. അതിന് മുന്നുള്ള 3 ദിവസം കണ്ടിന്യൂസ് ബയേഴ്സ് ആയിരുന്നു. അതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴുള്ള അല്ലെങ്കിൽ മാർക്കറ്റിന് മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എങ്ങനെയായിരിക്കും അവരുടെ ആക്ടിവിറ്റി ഇനിയിപ്പോൾ 2026 FIs ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കി കാണേണ്ടത്. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. ഇനി ഫർദറായിട്ട് മുന്നോട്ട് നിഫ്റ്റി ചലിക്കണമെങ്കിൽ നമുക്കറിയാം മന്ത്ലി നമ്മുടെ 30,000 കോടി രൂപയുടെ ശക്തമായിട്ടുള്ള SIP ഇൻഫ്ലോ ഉണ്ട്. സെയിം ടൈം FIസും കൂടി ഒന്ന് ഗൗനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് പല അനലിസ്റ്റുകളും പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി എല്ലാം തന്നെ 30,000 കടക്കും എന്നുള്ളതാണ്. 30,000, 26,000 നിൽക്കുന്ന നിഫ്റ്റി 30,000 കടക്കും എന്ന് തന്നെയാണ്. കാരണം 23,600 സ്റ്റാർട്ടായ നിഫ്റ്റി ഇപ്പോൾ 26,200 വരെ എത്തിയെങ്കിൽ 26,200 നിൽക്കുന്ന നിഫ്റ്റി 30,000 എന്തുകൊണ്ട് ഈ 2026 ഫിനിഷ് ആകുന്നത് വരെ പോയിക്കൂടാ? നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള നിഗമനങ്ങൾ. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ആളുകളുടെ പ്രസ്താവനകൾ അതനുസരിച്ച് നിഫ്റ്റി മുന്നോട്ട് പോകണമെങ്കിൽ FIസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അവരുടെ പാർട്ടിസിപ്പേഷനും ഇപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള താരിഫ് അത് അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ മിനിസ്ട്രി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാർക്കറ്റിൽ സംഭവിക്കണം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ബേസിക്കിൻ്റെയും ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് പഠിക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ശക്തി പമ്പ് 357 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗെയിൽ കമ്പനി അവർ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റായിട്ട് ഗ്രീൻഫീൽഡ് ഫെർട്ടിലൈസർ യൂണിറ്റ് ചെയ്യാൻ ധാരണയായി. ബെൽസിൻ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് ഒരു ഡിഫൻസ് ഓർഡർ ലഭിച്ചു. ഹുണ്ടായി മോട്ടേഴ്സ് അവർ ICC പ്രീമിയർ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. മസഡോൺ ഡോക് ബിൽഡേഴ്സ് കമ്പനി 2026 1 ലക്ഷം കോടി ആണ് ഇവരുടെ ഓർഡർ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ചാലറ്റ് ഹോട്ടൽ കമ്പനി ഇവർ പുതിയ പ്രീമിയം ബ്രാൻഡ് അദ്വിയ എന്ന് പറയുന്ന പുതിയ ബ്രാൻഡ് അവർ ലോഞ്ച് ചെയ്തു. ഓറോമിൻ്റെ ഫാർമ കമ്പനി ചൈന
EV ആയിട്ട് 5.1 മില്യൻ്റെ ഒരു കരാറ് സൈൻ ചെയ്തു. നെയ്ക്ക കമ്പനീനെ മോത്തിലാൽ ഒസ്വാൾ അപ്ഗ്രേഡ് ചെയ്തു. പ്രിയങ്കര റിയാലിറ്റി കമ്പനി 4800 കോടി രൂപയുടെ ബാംഗ്ലൂരിൽ ലാൻഡ് അവർ അക്യൂർ ചെയ്തു. L&T കമ്പനി BPCLായിട്ട് ഒരു പുതിയ ഹൈഡ്രോ കാർബൺ ബിസിനസ് സൈൻ ചെയ്തു. സിപ്ല നീഡ്ലെസ് ഇൻസുലിൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. പേടിഎം അവർ UAE ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. GPT ഇൻഫ്ര അവർക്ക് 1.99 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. സുരാന ടെലികോം ആൻഡ് പവർ കമ്പനി 5.3 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രൊജക്റ്റ് കമ്പനി അപ്രൂവായി. RPP ഇൻഫ്ര കമ്പനി അവർക്ക് 662 മില്യൻ്റെ ഓർഡർ ലഭിച്ചു. ദേവ് ഇൻഫർമേഷൻ കമ്പനി അവർക്ക് ഒരു 8 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇനി സ്വാഭാവികമായിട്ടും ഇനി ഒരുപാട് ന്യൂസുകൾ നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.